നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മൾ എന്താ ആരോട് സംസാരിക്കുമ്പോഴും സ്ഥലവും സാഹചര്യങ്ങളും നോക്കണം. നമ്മൾ എന്തിനാണ് സ്റ്റേഷനിൽ വന്നത്? കുറ്റപത്രം വൈകാതെ സബ്മിറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടാനല്ലേ? ആവശ്യം വേണ്ടവിധം അവതരിപ്പിക്കാൻ പറ്റിയതുമില്ല. സംഗതി വഴിവിട്ട് പോവുകയും ചെയ്തു. മനഃപൂർവ്വം പറഞ്ഞതല്ല. കുറ്റപത്രം തയ്യാറാക്കുന്ന കാര്യത്തില് അയാള് കാണിക്കുന്ന കള്ളത്തരം കണ്ടപ്പോ നിയന്ത്രണം വിട്ട് പ്രതികരിച്ചു പോയതാ. എന്റെ അമ്മയോടും കുടുംബത്തോടും അത്രയ്ക്ക് ഉപദ്രവം ഉണ്ടാക്കിയിട്ടുള്ള ആളാ അയാള്. കാര്യം കാണാൻ ലേശം ക്ഷമ അത്യാവശ്യമാണ്. പ്രതികരിക്കുമ്പോ അല്പം നിയന്ത്രണം പാലിക്കുകയും വേണം. സോറി, ഞാൻ ശ്രദ്ധിക്കാം. ഇനി ഇതിന്റെ പേരിൽ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യുന്നത് കൂടുതൽ വൈകിപ്പിക്കാനാണ് സാധ്യത. ആ CA സിൻസിയർ ആണ്. പക്ഷെ ആ SA പെരുങ്കള്ളൻ തന്നെയാണ്. പണത്തിന് വേണ്ടി മാത്രം അയാൾ കളിക്കുന്നത്. പണവും സ്വാധീനവും ഇല്ലാത്തവർക്ക് ഇവിടെ ജീവിക്കണ്ടേ? അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണ്ടേ? അവകാശങ്ങളെപ്പറ്റി കോരം കോരം പ്രസംഗിക്കാൻ മാത്രമേ പറ്റൂ. അതൊന്നും പ്രാവർത്തികമാക്കാൻ ദൈവം വിചാരിച്ച പോലും സാധിക്കില്ല. മനസ്സുണ്ടെങ്കിൽ പ്രാവർത്തികമാകും. എത്ര ബുദ്ധിമുട്ടിയാലും എവിടം വരെ പോകേണ്ടി വന്നാലും ആ SIയുടെ കള്ളത്തരം പൊളിക്കണം. ഞാനത് പൊളിച്ചിരിക്കും. ശരി, വാ. സർ, അത്ര സുഖമുള്ള ആരോപണമൊന്നുമല്ല തനിക്കെതിരെ അവർ ഉന്നയിച്ചിരിക്കുന്നത്. റൂറൽ SPക്കും പരാതി പോയിട്ടുണ്ട്. എന്താണ് സർ ആരോപണം? താൻ അമിതമായി പാരിതോഷികങ്ങൾ കൈപ്പറ്റുന്നു എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇല്ല സർ, ഒരു സത്യമില്ല. കെട്ടിച്ചമച്ചതാണ് ഇതൊക്കെ. അവരെന്തിനാ ഇങ്ങനൊരു പരാതി കെട്ടിച്ചമയ്ക്കുന്നത്? അത് എന്നോടവർക്ക് പകയുണ്ട് സർ. അവർക്കെതിരെയുള്ള പല കേസുകളിലും എന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഒരു സന്ദർഭം നോക്കി റിവഞ്ച് ചെയ്യാണവർ. ഇങ്ങനെ വാക്കാലുള്ള ചില പരാതികൾ എന്റെ അടുത്ത് മുമ്പ് വന്നിട്ടുണ്ട്. സാർ അതൊന്നും വിശ്വസിക്കരുത്. ഞാനല്പം സ്ട്രിക്റ്റ് ആയതുകൊണ്ട് എന്നോട് പല ആളുകൾക്കും വൈരാഗ്യമുണ്ട്. അതെനിക്കറിയാം. സ്ട്രിക്റ്റ് ആണെങ്കിൽ വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യമില്ല. അതല്ലെങ്കിലേ പേടിക്കേണ്ടതുള്ളൂ. സർ, പ്ലീസ് ബിലീവ് മീ. അങ്ങനെ കാശ് വാങ്ങേണ്ട ഒരു കാര്യവും എനിക്കില്ല. ഞാൻ കാശ് വാങ്ങുമായിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെ സമ്പാദിക്കാമായിരുന്നു. അതെനിക്കറിയില്ല. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. തന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പറും വേറെ ചില അക്കൗണ്ട് നമ്പറുകളും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ഈ പരാതികളോടൊപ്പം ചേർത്തിട്ടുണ്ട്. അതെല്ലാം ഫേക്കാണ് സർ. കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഷുവർ. എന്തെങ്കിലും ആവട്ടെ. പക്ഷേ ഈ ആരോപണം സത്യമാണെന്ന് ബോധ്യപ്പെട്ട തന്റെ തൊപ്പി തെറിക്കും. മാസപ്പടി വാങ്ങുന്നവരോട് ഇപ്പൊ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാ ഡിപ്പാർട്ട്മെന്റിന്. സാർ, എന്റെ കൈകൾ ശുദ്ധമാണ്. സത്യസന്ധത തെളിയിക്കാൻ എനിക്ക് പറ്റും. പറ്റട്ടെ. ഗുഡ് ലക്ക്. ഇനി വിഷയത്തിലേക്ക് കിടക്കാം. മർഡർ കേസിന്റെ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യാൻ എന്താ ഇത്ര താമസം? മനഃപൂർവ്വം വരുത്തുന്നതാണോ ഈ മെല്ലെപ്പോക്ക്? സാർ, ഈ കേസിന്റെ സ്ഥിതിവിവരം സാറിന് അറിയാവുന്നതല്ലേ എന്നെക്കാൾ നന്നായിട്ട്. ആ വീട്ടുമുറ്റത്ത് വെച്ച് കുത്തേറ്റ് വീണ് മരിച്ച വിവേകിന്റെ ജഡം കരിക്കട്ടയായാണ് കണ്ടെത്തുന്നത്. ആ വീട്ടുമുറ്റം മുതൽ ജഡം കണ്ടെത്തുന്ന സ്ഥലം വരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെപ്പറ്റി യാതൊരു ക്ലൂവും നമ്മുടെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്താൽ കോടതി അത് തള്ളിക്കളയും. അവഹേളനവും ഓർഡറുകളും വേറെയും വരും. എങ്കിൽ ഒരു തെളിവെടുപ്പ് കൂടി വേണ്ടി വരും. ഇനിയും നന്ദിതയെ കസ്റ്റഡിയിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. ജയിലിൽ ചെന്ന് ചോദ്യം ചെയ്യാം. അങ്ങനെ ചെയ്യാം സർ. അന്ന് ഇവിടെ വന്നു പോയ ദിയ എന്നൊരു പെണ്ണുണ്ടല്ലോ സർ, അവരെ ഇങ്ങോട്ട് വിളിപ്പിക്കണം ഉടനെ തന്നെ. ആ ശരി സർ. ഇത്രയും സൽസ്വഭാവിയായ ഒരു പെണ്ണിനെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. മക്കൾക്കും കുടുംബത്തിനു വേണ്ടി മാത്രം പാടുപെടുന്നവളാണ് നന്ദിത. എത്ര സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയാ അവൾ എന്നോട് പെരുമാറിയിട്ടുള്ളത്. അവൾ ഇങ്ങനെയൊരു ഗതികേടിലായിപ്പോയതില് എനിക്ക് കുറച്ചൊന്നും അല്ല സങ്കടം.
അവളെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് വാർത്ത കണ്ടപ്പോഴേ ചങ്കില് ഇടുത്തി വീണ പോലെ എനിക്ക് തോന്നിയത്. അവൾ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ യാതൊരു സാധ്യതയില്ല. ആർക്കോ എന്തിനോ വേണ്ടി ഒരു വാശി പോലെ അവൾ അങ്ങ് ഏറ്റെടുത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ അതാർക്ക് വേണ്ടിയിട്ടായിരിക്കും നന്ദിത അത് ചെയ്യുന്നത്? ഞങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സില്ലാതാക്കാൻ ആരൊക്കെയോ ഇതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് മുത്തശ്ശി. ഇതിനു മുൻപും ചിലരൊക്കെ ചേർന്ന് അമ്മയെ കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ട്. മോളെ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചില്ലേ? എപ്പോഴാ അവൾക്ക് പുറത്തിറങ്ങാൻ കഴിയാ? ജാമ്യാപേക്ഷ കൊടുത്തതാ, കോടതി അത് അനുവദിച്ചില്ല. ശ്ശോ, കഷ്ടമായല്ലോ. എന്തൊരു കേസാ ഇത്? മോളെ, ഞാൻ പൊങ്ങച്ചും പറയുന്നതല്ല. എന്റെ ഭർത്താവ് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിലേ നന്ദിത എപ്പോഴേ പുറത്തിറങ്ങിയേനെ. കേസിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന വകുപ്പുകളാ നമ്മളെ കുരുക്കിലാക്കിയത്. മോളെ, ഉറച്ചു വിശ്വസിച്ചോളൂ. നന്ദിതയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് നന്ദിത പുറത്തു വരും. അവളെ ഒരു കോടതിക്കും ശിക്ഷിക്കാൻ ഒക്കത്തില്ല. കാരണം അവളിൽ സത്യമുണ്ട്. അല്ല, ജാമ്യ ഹർജി വീണ്ടും കൊടുക്കുന്നില്ലേ മോളെ? വേണം മുത്തശ്ശി. പോലീസ് കാണിക്കുന്ന അനാസ്ഥയാ ഹർജി വൈകിപ്പിക്കുന്നത്. അമ്മയ്ക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ അവര് മനഃപൂർവ്വം ശ്രമിക്കുകയാണ്. ആരുടെയെങ്കിലും ഒക്കെ പ്രേരണ കാണും ഇതിന്റെ പിന്നിൽ. അല്ലാതെ പോലീസ് അങ്ങനെ പ്രവർത്തിക്കേണ്ട ഒരു കാര്യവുമില്ല. എവിടുന്നാണോ കാശ് കിട്ടുന്നത് അവരങ്ങോട്ട് ചായും. അത്രയേ ഉള്ളൂ. തീരെ നിവൃത്തിയില്ലെന്ന് വന്ന നമ്മുടെ പക്ഷത്തു നിന്നും അങ്ങനെ ഒരു നീക്കം വേണ്ടി വന്നേക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട്. ആ, പണം ആവശ്യമുണ്ട് പറയണം മോളെ. ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടും വിചാരിക്കണ്ട കേട്ടോ. എത്രയാണെങ്കിലും മുത്തശ്ശി തരാം. അതൊന്നും വേണ്ട മുത്തശ്ശി. അമ്മയുടെ അക്കൗണ്ടില് ആവശ്യത്തിനുണ്ട്. അതെടുത്ത് ഉപയോഗിക്കാനും സാധിക്കുന്നുണ്ട്. സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞതാ. മുത്തശ്ശിയുടെ അടുത്ത് മോക്ക് എന്തും പറയാം കേട്ടോ, ചോദിക്കാം. അതിലൊരു മടിയും കാണിക്കരുതെന്നേ ഉള്ളൂ കേട്ടോ. ശരി മുത്തശ്ശി. ആ, വാ മോളെ. മോളെ, മുത്തശ്ശി, സഹിക്കാൻ പറ്റാത്ത വിഷമത്തിലാ മോള് പോയതെന്ന് മുത്തശ്ശിക്കറിയാം. എന്നാലും മോളെ ഇറങ്ങിപ്പോയതിനു ശേഷം വല്ലാത്തൊരു മൂകതയാ എന്റെ മനസ്സിൽ. നിന്നെ ചുമ്മാ അങ്ങോട്ട് വലിച്ചെറിയാൻ മുത്തശ്ശി ആരെയും അനുവദിക്കില്ല. നീ ആ വീട്ടിൽ നിന്ന് പുറത്തായാൽ എല്ലാവരുടെ മുന്നിൽ തോൽക്കുന്നത് ഈ ഞാനാ മോളെ. മുത്തശ്ശി, മോളെ കാണാൻ വേണ്ടി മാത്രമായിട്ടാ ഞാൻ ഇവിടം വരെ വന്നത്. മോളോട് ഹൃദയം തുറന്ന് സംസാരിക്കണം. പിന്നെ മുത്തശ്ശിയുടെ വലിയൊരാഗ്രഹം എന്റെ മോളടുത്തൊന്ന് പറയണം. എന്താണെങ്കിലും മുത്തശ്ശിക്ക് എന്നോട് പറയാലോ. മോൾ എന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വരണം. മുത്തശ്ശി, അത് മാത്രം എന്നോട് പറയരുത്. ആ വീട് എന്റെ മനസ്സിൽ നിന്ന് മുറിച്ചു മാറ്റിയിട്ടാ ഞാൻ അവിടുന്ന് പോകുന്നത്. ശരീരത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും മുറിച്ചു മാറ്റിയാലും കൂട്ടിച്ചേർക്കാൻ പറ്റുമല്ലോ മോളെ. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടി വരില്ല. മോക്കൊരു തണലായിട്ട് മുത്തശ്ശി എപ്പോഴും കൂടെ ഉണ്ടാവും. അവിടെ ഉണ്ടായ സംഭവങ്ങളും കേട്ട കുത്തുവാക്കുകളും അപമാനങ്ങളും അതുണ്ടാക്കിയ മുറിവുകളും ഒന്നും അത്ര പെട്ടെന്ന് മറന്നു കളയാൻ എനിക്കാവില്ല. അല്പം പോലും കനിവും കരുണയും അവിടെയുള്ള മറ്റാർക്കും എന്നോടില്ല. ഞാനിവിടെ ഇല്ലാതിരിക്കാനാ എല്ലാവരും ആഗ്രഹിക്കുന്നത്. മോടെ സങ്കടങ്ങളും അതിന്റെ കാരണങ്ങളും ഒക്കെ ഈ മുത്തശ്ശിക്ക് അറിയാം. മറ്റാരേക്കാളും കൂടുതലായിട്ട് എനിക്ക് നിന്നെ മനസ്സിലാവും. എന്റെ കൺമുമ്പിൽ വെച്ച് മോളെ അപമാനിക്കാൻ ഒരാളെ ഞാൻ സമ്മതിക്കില്ല.